ആലപ്പുഴയെ മികച്ച ടൂറിസം ഹബ്ബാക്കാൻ സംസ്ഥാന ബജറ്റിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് കിഴക്കിന്റെ വെനീസുകാർ. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ആവശ്യങ്ങൾ പലതുണ്ടെങ്കിലും വർഷങ്ങളായി അവ കടലാസിൽ തന്നെ ഒതുങ്ങുന്ന സ്ഥിതിയാണ്. പരമ്പരാഗത വ്യാവസായിക മേഖലയെ കൈപിടിച്ചുയർത്താനുള്ള പദ്ധതികൾക്കും ജില്ല കാത്തിരിക്കുന്നു. സ്വദേശികളും വിദേശികളുമടക്കം നിരവധി വിനോദസഞ്ചാരികൾ വർഷം തോറും വന്നുപോകുന്ന പ്രധാന ടൂറിസം കേന്ദ്രമാണ് ആലപ്പുഴ. എന്നാൽ ബീച്ച് കേന്ദ്രീകരിച്ചുള്ള ടൂറിസത്തിന് ഇപ്പോഴും വികസനം എന്നത് വിദൂരമാണ്. കൊച്ചിക്കൊപ്പം ചേർത്ത് വയ്ക്കുന്ന തരത്തിൽ ആലപ്പുഴയെ മാറ്റണമെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ചില്ലറ പോരാ. ഇവിടെ ഫാം ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്ന് നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നൊരു കേസുണ്ട്. അതായത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഹൗസ് ബോട്ട് വ്യവസായം മാത്രമല്ല, ഇതിനനുബന്ധ മേഖലകൾ കൂടെ വികസിപ്പിക്കേണ്ടത് ആവശ്യം. കരിച്ചാൽ ആലപ്പുഴയിൽ ഒരു ദിവസം വരുന്നൊരു ഗസ്റ്റ് ഒരു 3 ദിവസം ഇവിടെ തങ്ങിയിട്ട് പോകുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഇൻകം നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഇൻകം കൂട്ടിയെടുക്കണമെങ്കിൽ ആ ഗസ്റ്റിന് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു ചുറ്റുപാടുകളിലേക്കാണ് ടൂറിസം മേഖലയെ മാറ്റപ്പെടേണ്ടത്. അത് നമ്മൾ പല പ്രാവശ്യമായിട്ടും അധികാരപ്പെട്ടവരെ, ചുമതലപ്പെട്ടവരെ, മന്ത്രി അടക്കം മറ്റുള്ളവരെ എല്ലാം ചുമതലപ്പെടുത്തവരെ എല്ലാവരെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നടപ്പിലാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കി ഇല്ല എന്ന് വേണം പറയാനായിട്ട്. പുന്നമട ഹൗസ് ബോട്ട് ടെർമിനൽ ആധുനിക നിലവാരത്തിൽ ഉയർത്തുക, കായൽ ടൂറിസം സർക്യൂട്ട് തുടങ്ങി വിവിധ ഇടങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ ജലപാതകൾ, മുസിരിസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ പൂർത്തീകരണം തുടങ്ങിയവയൊക്കെയും ആവശ്യങ്ങളായി നിലനിൽക്കുന്നു. കേരളത്തിൽ കയറ്റുമതിയിൽ എറണാകുളത്തിനു പിന്നിൽ 2ാം സ്ഥാനമാണ് ആലപ്പുഴയ്ക്ക്. കഴിഞ്ഞ നവംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 2500 കോടി രൂപയുടെ വരുമാനമാണ് കയറ്റുമതിയിലൂടെ മാത്രം ജില്ല നേടിയത്. ചെമ്മീൻ, മറ്റ് സമുദ്രോൽപ്പന്നങ്ങൾ, കയർ എന്നിവയാണ് പ്രധാനമായും ജില്ലയിൽ നിന്നും വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. കയറ്റുമതി സ്ഥാപനങ്ങൾക്ക് ഇളവുകളും ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതിനായി അന്താരാഷ്ട്ര ഏജൻസികളുടെ ഡിജിറ്റൽ എക്സ്പോർട്ട് പ്ലാറ്റ്ഫോം തുടങ്ങിയവയും സർക്കാരിന്റെ പരിഗണനയിലാണ്. കയറിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഒരു വലിയൊരു കാരണം കയറിന്റെ നിർമ്മാണ ചെലവ് തന്നെയാണ്. കേരളത്തിലുള്ള നിർമ്മാണ ചെലവ് അനന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 രൂപ കിടന്ന കയർ 60 രൂപയിലേക്ക് ഉയർന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്, കയർ കോർപ്പറേഷനോ കയർ ഫെഡിനോ യാതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. 1 രൂപയുടെ വില കുറയ്ക്കാനായിട്ട് കയർ സപ്ലൈ എന്തെങ്കിലും ഒരു സ്റ്റെപ്സ് എടുക്കാനായിട്ട് കയർ മിനിസ്ട്രിക്ക് ഇവിടെ സാധിച്ചിട്ടില്ല. പള്ളിപ്പുറം മെഗാ ഫുഡ് പാർക്കിൽ പുതിയ യൂണിറ്റുകളുടെ ആരംഭവും കേരള സ്റ്റേറ്റ് ഡ്രഗ് ഫാർമസ്യൂട്ടിക്കലിന് കൂടുതൽ തുക വകയിരുത്തലും ബജറ്റിൽ ജില്ല പ്രതീക്ഷ വയ്ക്കുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.